ഹായ്. അന്നപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്? അന്നപ്പോൾ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ +1ൻ്റെ അഡ്മിഷൻ എടുക്കാൻ പോവുക ചെയ്യാം. ചിലർ പഠിച്ച സ്കൂളിൽ തന്നെ പോകും. അന്നപ്പോൾ +1ലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ 3 സാധനം ചൂസ് ചെയ്യണം. 3 സാധനം അല്ല, മീൻസ് 3 സാധനങ്ങൾ ചൂസ് ചെയ്യാനുണ്ടാവും. അതിലൊന്നായിരിക്കും നമ്മളെ സയൻസ്, പിന്നെ ഒന്ന് കൊമേഴ്സ്, ഒന്ന് ഹ്യൂമാനിറ്റീസ്. അതിപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ സയൻസ് ആണ് ചൂസ് ചെയ്തത്. അതിപ്പോൾ സയൻസ് ചൂസ് ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറേ കഷ്ടപ്പാടുകളും അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മളെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെ ചേരുമെന്ന്. കാരണം മാർക്ക് കുറവാണെങ്കിൽ ചേരാൻ കുറച്ച് സ്ഥലം ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടുമായിരിക്കും, കാരണം മാർക്ക് കുറവല്ലേ. പിന്നെ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, പിന്നെ മാർക്ക് കൂടുതലുള്ളവർക്കും കിട്ടും വിചാരിക്കേണ്ട. ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടൂല, നമ്മൾ വിചാരിച്ച സ്ട്രീമിനൊന്നും കിട്ടൂല. നമ്മളിപ്പോൾ സയൻസ് പിന്നെ കൊമേഴ്സ് പിന്നെ ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യില്ലേ, അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കിട്ടിയെന്ന് വരില്ല നമ്മൾ ഇഷ്ടമുള്ള സ്കൂള്. അല്ല ചിലപ്പോൾ വേറെ കുറേ ദൂരത്തുള്ള സ്കൂളിലൊക്കെ ചിലപ്പോൾ കിട്ടുക. നമ്മൾ അതർ ഓപ്ഷൻ ആക്കി വിടുന്ന കുറേ സ്കൂളുണ്ടാവില്ലേ, അതിലൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടിയാൽ കിട്ടും. അല്ലെങ്കിൽ ചിലർക്ക് ഭാഗ്യമുള്ളവർക്ക് നല്ലോണം കിട്ടും, നല്ല മാർക്കുള്ളവർക്ക് ചിലപ്പോൾ നല്ല മാർക്കുള്ളവർക്ക് കിട്ടും. എനിക്കറിയില്ല. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് വലിയ നല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പറ്റ മോശം മാർക്കും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ CBSE സ്റ്റുഡൻറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റിൽ വന്നില്ലായിരുന്നു. പിന്നെ അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്, പൈസ കൊടുക്കുക, ചേരുക. പിന്നെ ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ, ലേറ്റ് ആക്കാൻ പറ്റില്ല. എന്നപ്പോൾ പൈസ കൊടുത്ത് ചേർന്ന് സയൻസിന് ചേർന്ന്. പിന്നെ ഈ 3 ഓപ്ഷൻ അല്ലാണ്ട് 3 സ്ട്രീം അല്ലാണ്ട് വേറെ എന്തോ സ്ട്രീം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന 3 സ്ട്രീമാണ്, കോമൺ ആയിട്ടുള്ള 3 സ്ട്രീം കേൾക്കുന്ന സ്ട്രീമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ സയൻസ് ചൂസ് ചെയ്ത്. അതും സയൻസിൽ ബയോസയൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. കാരണം എനിക്ക് ബയോസയൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ഫ്യൂച്ചറിൽ എഞ്ചിനീയറിങ് ടൈപ്പ് ഇതിലൊക്കെയാണ് പോകാൻ തീരുമാനിച്ചത്. അന്നപ്പോൾ എനിക്ക് ബയോസയൻസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പാരൻസിനൊക്കെ ഇത് കിട്ടിയതുകൊണ്ട്, കാരണം പാരൻസ് പറഞ്ഞ് ചിലപ്പം നീ മനസ്സ് മാറ്റിയാൽ ചിലപ്പോൾ എനിക്ക് എല്ലാം ചൂസ് ചെയ്യാം. കാരണം ബയോസയൻസ് എടുത്താൽ നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്കും പോകാം, പിന്നെ എഞ്ചിനീയറിങ് അങ്ങനത്തെ ആ ഫീൽഡിലേക്കും പോകാം. അതിനെക്കൊണ്ട് ഞാൻ ബയോസയൻസ് ചൂസ് ചെയ്ത്. അപ്പം നമ്മൾ ഈ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് എല്ലാം നോക്കണേ, ബയോസയൻസ് അപ്പോൾ ബയോളജി എന്തായാലും ഉണ്ട്. പിന്നെ സയൻസ് ആകുമ്പോൾ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാം, പിന്നെ ഹിന്ദി ചൂസ് ചെയ്യാം, പിന്നെ അറബിക്കും ചൂസ് ചെയ്യാം. വേറെ എന്തോ സബ്ജക്റ്റ് ഉണ്ടോ അറിയില്ല, എന്തായാലും ഒക്കെ ചൂസ് ചെയ്യാം. പിന്നെ ബയോളജി സ്പ്ലിറ്റ് ആയിട്ട് രണ്ടാവും. ബയോളജി പറഞ്ഞാൽ ബോട്ടണിയും പിന്നെ സുവോളജിയും. ബോട്ടണി പറഞ്ഞാൽ പ്ലാന്റ്സ് റിലേറ്റഡ് സ്റ്റഡീസ്, പിന്നെ സുവോളജി പറഞ്ഞാൽ പിന്നെ ആനിമൽ റിലേറ്റഡ് സ്റ്റഡീസ്. ഫസ്റ്റത്തെ കുറച്ച് മാസം അല്ലെ ദിവസങ്ങളൊക്കെ നല്ലോണം പോകും. കാരണം ഫസ്റ്റ് എടുക്കുക ഭയങ്കര ഈസി ചാപ്റ്റർ, നമ്മൾ കോമൺ ആയിട്ടുള്ള ചാപ്റ്റർ, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ കിട്ടുന്ന ചാപ്റ്റർ ആയിരിക്കും. പിന്നെയാണ് എല്ലാത്തിലും കഷ്ടപ്പാടുകൾ വരിക. ഞാൻ എൻ്റെ കഷ്ടപ്പാടായിട്ടാണ്. ചിലപ്പോൾ ചില കുട്ടികളുണ്ടാകും ഭയങ്കര എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ ഓൾക്ക് ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ, നമുക്ക് ഓല എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ, ഓൾക്ക് ഭയങ്കര റയർ ആയിരിക്കില്ല. പക്ഷേ ഞാൻ മീഡിയം കുട്ടീൻ്റെ രീതിയിൽ പറയാം. പിന്നെയാണ് കഷ്ടപ്പാടുകൾ തുടങ്ങുക. എന്നപ്പോൾ നമ്മളെ ഫിസിക്സിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ അറിയാത്ത കാര്യങ്ങൾ വരാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മളെ ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് ഡെറിവേഷൻ ഉണ്ടാവും. ഫിസിക്സിലൊക്കെ എത്രയോ ഡെറിവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ 50ൻ്റെ മുകളിലൊക്കെ ഉണ്ട് ഡെറിവേഷൻ. ടോട്ടൽ നോക്കിയാൽ 50ൻ്റെ മുകളിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു മിനിമം പറഞ്ഞത് 50ൻ്റെ മുകളിലുണ്ട്. അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. അല്ലെ ഞാനില്ലേ, ചിലർക്ക് ബുദ്ധിയുള്ളവർക്ക് ചിലവ് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരില്ല, ചിലപ്പോൾ കിട്ടും. ഞാൻ എൻ്റെ അവസ്ഥയിൽ പറഞ്ഞാൽ ഞാൻ ഫുള്ള് ബൈ ഹാർട്ട് പഠിക്കില്ലായിരുന്നു. ബൈ ഹാർട്ട് പഠിച്ച് എക്സാമിൻ്റെ തലേന്ന് എഴുതി നമ്മൾ ബൈ ഹാർട്ട് ആക്കണം. ചിലപ്പോൾ ഞാൻ എന്തിനാ ചൂസ് ചെയ്ത് സയൻസ് എന്തിനാ എടുത്ത് അങ്ങനെയൊക്കെ തോന്നിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവും നമ്മളെ എക്സാമിൻ്റെ തലേന്ന്. കാരണം ഇത് എത്ര നോക്കിയാൽ ദൂരമൊന്ന് അടുത്ത ചെയ്യുമ്പോൾ അടുത്ത സാധനം മറന്നു, അങ്ങനെ മറന്ന് ലാസ്റ്റ് ഫുള്ള് ബൈഹാർട്ടാക്കി പോകണം. എന്നിപ്പോൾ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമുണ്ട് നമ്മളെ ഫിസിക്സിൽ. ഞാനിപ്പോൾ +1ൻ്റെ കാര്യം പറഞ്ഞു. അതിപ്പോൾ ഇനി മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ മാത്സിൽ എനിക്ക് ടഫ് തോന്നിയത് നമ്മളെ ട്രിഗ്നോമെട്രിയാണ്. ട്രിഗ്നോമെട്രി തന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞില്ല, ഒക്കെ ഇതിലുണ്ട്, +1ലുണ്ട്. ട്രിഗ്നോമെട്രിയും പ്രോബബിലിറ്റി എല്ലാം +1ലുണ്ട്. അത് ഒരിക്കലും കഴിയില്ല. +2ലുണ്ട്, അതൊക്കെ +2ലുണ്ട്. എന്നപ്പോൾ പിന്നെ ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാത്സിൽ പറഞ്ഞാൽ 3D ആണ്. ചെറിയൊരു ചാപ്റ്റർ, അതിനോട് വേറെ പഠിക്കാനല്ല, അതിനോടാണ് പറഞ്ഞാൽ ഈസിയസ്റ്റ് ചാപ്റ്ററാണ്. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കിയാൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആ രീതിയിൽ കിട്ടും. പിന്നെ കുറച്ചുകൂടി ബുദ്ധി ഉണ്ടെങ്കിൽ നല്ല ഈസിയിൽ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധി വേണം, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നപ്പോൾ പിന്നെ അടുത്ത സബ്ജക്റ്റ് നമ്മൾ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയും ഇപ്പോൾ ഹാർഡ് എന്ന് പറയാനില്ല. പിന്നെ ഹാർഡ് നമ്മളെ വരാൻ പോകുന്നത് നമ്മളെ +2ത്തെ കെമിസ്ട്രിയാണ്. അതിലാണ് നമ്മളെ ഓർഗാനിക് കടന്നു വരിക. ഫസ്റ്റിൽ നമ്മൾ +1ൽ ജസ്റ്റ് ഒരു ചാപ്റ്റർ, 1-2 ചാപ്റ്റർ വെച്ചാൽ ഓർഗാനിക് ഉള്ളൂ. പിന്നെ +2ൽ എത്തുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുക 4 ചാപ്റ്റർ ഓർഗാനിക് ഉണ്ട്. നമ്മൾ എത്രയോ കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞുതരാം. എന്നപ്പോൾ പിന്നെ സബ്ജക്റ്റ് പറഞ്ഞാൽ നമ്മളെ ബയോളജിയാണ്. ബയോളജി പറഞ്ഞാൽ സുവോളജിയും ബോട്ടണിയും. പിന്നെ സാധാരണ നോർമലായിട്ട് പഠിച്ചാൽ കിട്ടും. അപ്പോൾ അതിന് നോ ടെൻഷൻ കൊടുക്കേണ്ട, പഠിച്ചാൽ കിട്ടും. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇംഗ്ലീഷും മലയാളവും. ഞാൻ മലയാളം ചൂസ് ചെയ്തത്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും നമ്മളെ ലാംഗ്വേജ് അല്ലേ, അതും പഠിച്ചാൽ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ +1ൻ്റെ എക്സാം എത്തും. എക്സാമിൽ കഷ്ടിച്ചാണെങ്കിലും
36 മാർക്ക് എങ്ങനെയെങ്കിലും നേടാൻ നോക്കുക. കാരണം 36 മാർക്ക് നേടി കഴിഞ്ഞാൽ ഡബിൾ പാസ്സായി കഴിഞ്ഞു. പിന്നെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങൾ പാസ്സാകും. പിന്നെ ലാബിൽ പാസ്സായാൽ മതി. അത് പിന്നെ എങ്ങനെയെങ്കിലും പാസ്സാവും നിങ്ങൾ. അപ്പോൾ പറഞ്ഞ 36 മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ ഒന്ന് കഷ്ടപ്പെടും. ആദ്യത്തെ ചിലപ്പോൾ 10 പോയാൽ പിന്നെ അടുത്ത കൊല്ലം എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ബാക്കി 36 കിട്ടണവരെ 26 മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലാണ്. എന്നിപ്പോൾ ഫസ്റ്റ് തന്നെ ആ 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മീൻസ് പ്ലസ് വണ്ണിൽ തന്നെ ആ 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷൻ വേണ്ട, നല്ല സുഖത്തിൽ പ്ലസ് ടു പഠിക്കാം. കാരണം ടെൻഷൻ വേണ്ട, പൊട്ടൊന്നുമുള്ള ടെൻഷൻ വേണ്ട, കാരണം ഇപ്പോൾ പാസ്സായി കഴിഞ്ഞില്ലേ നമ്മൾ. എന്നപ്പോൾ കയ്യിൽ നിന്ന് അത്രയും എങ്ങനെയെങ്കിലും ഡബിൾ പാസ്സാക്കി രക്ഷപ്പെടാൻ നോക്കുക, അല്ലാണ്ട് ആവില്ല പ്ലസ് ടുവിൽ കഷ്ടപ്പെടാൻ. ഇനിയിപ്പോൾ പ്ലസ് ടുവിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഫിസിക്സിലും കുറേ ഡെറിവേഷൻ ഉണ്ട്, 50ൻ്റെ മുകളിൽ തന്നെ ഡെറിവേഷൻ ഉണ്ട്. എന്നപ്പോൾ അതും പ്രതീക്ഷിക്കണം, ഡെറിവേഷൻ കുറയുന്നേറ്റവും അതും നമ്മൾ കഷ്ടപ്പെട്ട് ബൈഹാർട്ട് പഠിക്കണം. പിന്നെ കെമിസ്ട്രിയിലാണ് ഞാൻ പറഞ്ഞില്ലേ 4 ചാപ്റ്റർ ഓർഗാനിക് ഉണ്ട്. ഓർഗാനിക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം കഷ്ടപ്പാടാണ്. ചിലപ്പോൾ ഡെറിവേഷനെ കാട്ടി കഷ്ടപ്പാടെങ്കിൽ ചിലപ്പോൾ ഓർഗാനിക് തോന്നിപ്പോയിക്കിന്, കാരണം നമ്മൾ വിചാരിച്ചൊന്നല്ല വരും, എന്തോക്കെ ചോദിക്കുക. പിന്നെ അടുത്താണ് മാത്സ്. പിന്നെ മാത്സിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ വരും, ഡെറിവേഷൻ വരും, പിന്നെ അങ്ങനത്തെ പല സാധനങ്ങളും വരും. അതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള സാധനങ്ങളാണ്. ട്രിഗ്നോമെട്രിൻ്റെ മായി തന്നെ ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ കഷ്ടപ്പാടുള്ള സാധനങ്ങളാണ് അതൊക്കെ. എന്നപ്പം അതിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പ്ലസ് വണ്ണിൽ മാർക്ക് നേടിയാൽ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേ ടൈം ഉണ്ട് വിചാരിക്കും പഠിക്കാനൊക്കെ, അതൊന്നും ഉണ്ടാവില്ല. കാരണം വേഗം എക്സാം ആകാൻ തുടങ്ങും, പിന്നെയും പഠിച്ച്. പിന്നെ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ റെക്കോർഡും ലാബുമായിട്ട് നമ്മൾ കുറേ അങ്ങനെ പോകും. പിന്നെ ലാബിന് വേണ്ടി പഠിക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ടൈം അങ്ങനെ പോകും. ലാബിന് വേണ്ടിയും കുറേ പഠിക്കേണ്ടി വരും. അത് വലിയ ഈസി ഒന്നുമല്ല. എന്നപ്പോൾ അവിടെ കുറേ ടൈം പോകും. എന്നപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് കിട്ടുന്നല്ല മാർക്ക്. പിന്നെ നിങ്ങൾക്കറിയാലോ ഈ കൊല്ലത്തെ പ്ലസ് ടുവിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. പ്ലസ് ടുവിൻ്റെ മാത്രമല്ല പ്ലസ് വണ്ണിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് എന്തോ മാറ്റി. എന്നപ്പം എല്ലാം കൂടി ഭയങ്കര ടഫായി. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നപ്പോൾ അതൊക്കെ ഭയങ്കര ടഫായിരുന്നു. എന്നപ്പോൾ അതും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം മാറിയ എപ്പോഴാണെന്ന് അറിയില്ല. എന്നപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ 36 മാർക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക, അത്രേ ഞാൻ പറയുള്ളൂ. ആ 36 മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഒരു സമാധാനമായിരിക്കും. ഞാൻ പറഞ്ഞ 36 മാർക്ക് എന്നാൽ നമ്മളെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അതിലാട്ടോ 36 മാർക്ക്. പിന്നെ ലാംഗ്വേജിൽ കുറച്ചുകൂടി കൂടും. അതിന് ലാംഗ്വേജ് എങ്ങനെയെങ്കിലും എല്ലാവരും പാസ്സാവും, അത് വിട്. എന്നപ്പോൾ ഞാൻ ഇതിൽ 36 മാർക്ക് എങ്ങനെയെങ്കിലും നേടണം. പിന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലത് എക്സ്പൊണൻഷ്യൽ സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ പാവപ്പെട്ടവരാണ് കഷ്ടപ്പെടുക. പാവപ്പെട്ട നല്ലോണം മീഡിയം രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ് കഷ്ടപ്പെടുക. കുറേ പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, അതൊക്കെ ഫോളോ ചെയ്യേണ്ട ആവാത്തപ്പോഴാണ് പിന്നെ പല പ്രശ്നങ്ങൾ വരിക. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയില്ല, ഞാൻ മനസ്സിലായിണ്ടാവും. അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. പിന്നെ സയൻസ് മാത്രമല്ല, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എല്ലാ സ്ട്രീമിലും ഉണ്ടാവും. ഞാൻ സയൻസ് എടുത്തത് കൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. എന്നപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തോ ചോദിക്കും. സംശയം എന്തോ സംശയം ചോദിച്ചു, കാരണം എനിക്ക് അറിഞ്ഞ സംശയമാണ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നപ്പോൾ ഇതുവരെ കണ്ടതിൽ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.